അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി സാധനമാണ്, സ്റ്റോറേജിനുള്ള അടിപൊളി സാധനമാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കാണുന്നത് നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ വീഡിയോ എലമെൻറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ബേസിക് പോർട്ടബിൾ സ്റ്റോറേജ്, സ്റ്റോക്കേജ് ഇംപ്ലിമെൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 3ANS എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴത്ത്. പിന്നെ മുകളിൽ 1TB 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 1TB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. WDELEMENTS ആണ് ഇതിൻ്റെ ഒരു കമ്പനിയുടെ ബ്രാൻഡ് പോലെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കുറേ എഴുതിയിട്ടുണ്ട്, 1GB ബില്യൺ ബൈറ്റ്സ് അങ്ങനെ കുറേ ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബാക്കിൽ കാണുമ്പോൾ അതിൻ്റെ നമ്പർ, പാർട്ട് നമ്പർ, പിന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇതിൽ കാണുന്ന 5600 രൂപയാണ്. ഇനി നമുക്ക് അതിൻ്റെ അപ്പർ സൈഡിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ WDELEMENTS, കണ്ടൻസ്, പോർട്ടബിൾ ഹാർഡ് ഡ്രൈവ്, USB 3.0 കേബിൾ, ക്വിക്ക് ഇൻസ്റ്റാ ഗൈഡ് അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന് റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ളത് Windows 10, 8.1 ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മാക് ഉണ്ട്, അങ്ങനെ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. 3 year ലിമിറ്റഡ് വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പം ഞാനിത് മുന്നേ അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പെട്രോളിൽ നിന്ന് നമ്മളുടെ പോർട്ടബിൾ സ്റ്റോറേജ് സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്. അപ്പം നമ്മളുടെ സാധനമൊക്കെ ഉണ്ട്. പെട്ടിയിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, വേറെ ഒന്നുമില്ല. ഇനി നമ്മളുടെ ഇതിൽ നമ്മളുടെ പോർട്ടബിൾ സ്റ്റോറേജ് ആയ ഒരു പെട്ടിക്കലി പോലത്തെ സാധനമാണ്, ഒരു പവർ ബാങ്കിൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ അത് മാറ്റിയേക്കാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ USB കേബിൾ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ ഒക്കെ അതിലേക്ക് കയറ്റാനുള്ളതാണ്. അതിനെ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഇതിൽ കാണുന്നത്. ഒരു വേറെ ടൈപ്പാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ജാക്കിലേക്ക് കയറാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മളുടെ USB ടൈപ്പ്, നമ്മളുടെ ലാപ്ടോപ്പിലേക്ക് കുത്തുന്ന ടൈപ്പാണ്. അപ്പം നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളുടേത് ഒന്ന് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസർ മാനുവൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമ്മളുടെ സിസ്റ്റം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു യൂസർ മാനുവൽ കാണുന്നുണ്ട്. അത് വലിയതൊന്നുമില്ല, എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ട ഇത് കണക്ട് ചെയ്യുന്ന രൂപം എങ്ങനെയൊക്കെയാണ്, ലാപ്ടോപ്പിലേക്ക് അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ട USB 3.0, 2.0 എന്നൊക്കെ അങ്ങോട്ട് 1, 2 സ്റ്റെപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റോറേജിനുള്ള സാധനം എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും WDELEMENTS എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ അങ്ങനെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ അടിപൊളി ഗ്ലേസിങ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു കുറച്ച് ഇരുട്ടായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങളുടെ കാണുന്ന ഒരു സൂമിലെ കുറവുണ്ട്. അപ്പോൾ ശരിയുണ്ട്, WDELEMENTS എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ USB പോർട്ട് സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ കേബിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മളുടെ അതിലേക്ക് പറ്റുന്ന ഒരു ജാക്ക് എടുത്തിട്ട് നമ്മളുടെ അതിലേക്ക് USB സ്റ്റോറേജിൻ്റെ അതിലേക്ക് നമ്മൾ കുത്തിയിട്ട് നമ്മളുടെ ലാപ്ടോപ്പിൽ കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ നമ്മളുടെ ആ USB പോർട്ട് കാണുന്നുണ്ട്. അതിലേക്ക് നമ്മളുടെ ഈ ജാക്ക് ഒന്ന് USB കേബിൾ ഒന്നായിരിക്കും ഇതാക്കി. കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് നമ്മൾ പുതിയത് വരും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നമ്മളുടെ ലാപ്ടോപ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ലാപ്ടോപ്പിലെ USB പോർട്ടുള്ള നമ്മളുടെ സൈഡിൽ കുറേ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇത് കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ ഓൺ ആക്കണമെന്നില്ല, ലാഗാവും. കുറേ നല്ല ലാഗ് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും കാണാണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ WDELEMENTS നിങ്ങൾക്ക് എലമെൻസിൻ്റെ പോർട്ടബിൾ സ്റ്റോറേജ് സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ എലമെൻറ്റ് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് 1TB മാത്രമല്ല 8TB വരലുണ്ട്. നല്ല വിലയുണ്ട്, 8 സംതിങ് ആണ് ഫ്ലിപ്കാർട്ടിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാവരുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെയും കൊടുക്കുക. ടെമ്പററി അൺഅവൈലബിൾ അറിയില്ല, നമ്മളിതിൻ്റെ ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.